എന്നിട്ട് ഒരു ചിരിയായിട്ട് ഇറങ്ങി ഞാൻ ഡെലിവറി ആയ സമയത്താണോ പല്ല് പോയത്? ആ സമയത്ത് ക്യാൻസറിന്റെ പല്ല് ഒടിഞ്ഞ് ഇങ്ങനെ പോയതാണ്. ഓട്ടോറിച്ച പാർക്കിലേക്ക് ഇറങ്ങിയിട്ടു മനഃപൂർവ്വം ഇട്ട ഗ്യാപ്പാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതിപ്പം പതുക്കെ പല്ലെല്ലാം ശരിയാക്കാൻ സമയം കിട്ടിയില്ല. ഒരു പതുക്കിനെ പല്ല് ശത്രുസംഹാര പൂജയാണോ? വീട്ടിൽ ചെല്ലുമ്പോ തിരിച്ചു പറഞ്ഞുകൂടാന്നറിയില്ല. കല്യാണം നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ ഏതെങ്കിലും ഒരു പയ്യനെ കഴിച്ചാൽ പോലും നിങ്ങളെന്നല്ല ഇനി ഭൂമി മലയാളത്തിൽ ആരും വിശ്വസിക്കത്തില്ല. അതാണ് രേണുസുതി നാടകം. ശരിക്കും കല്യാണം കഴിക്കേണ്ടിയാണോ? നമുക്ക് ആലോചിക്കാന്നേ. നമുക്കെന്ന് പറഞ്ഞാൽ ഞാൻ ആലോചിച്ചോളാം. ഇനി മീഡിയക്കാരുടെ ആണോ കെട്ടതെന്ന് ഇനി അടുത്ത കമന്റ് നമ്മളറിയിക്കണം കേട്ടോ. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ പാല് എത്തുമല്ലോ. വീണ്ടും ചതി വീണ്ടും തേപ്പുമായിട്ട് രേണുസുതിന്റെ പുതിയ കഥ ഇതാ വരികയാണ്. തേപ്പ് ദിസ് ഈസ് നോട്ട് ഒറിജിനൽ, ദിസ് ഈസ് ക്യാരക്ടർ. ഓക്കെ, യു നോ. നല്ല ശ്വാസിയുണ്ട്. പണ്ടത്തെ മറ്റേ ഇതില്ലേ കുട്ടനാടൻ, അല്ല സോറി, എന്തുവാ സൂചിയുടെ ഒരു സിനിമ ഉണ്ടല്ലോ, ഋതിക് റോഷൻ, കട്ടപ്പന ഋതിക് റോഷനകത്ത്. അപ്പൊ അതോട് അങ്ങനെയാണ് തേപ്പ് കാര്യം. അനു ഉണ്ടെന്ന് തോന്നല്ലേ പുതിയ സിനിമ. പണമൊന്നും നമുക്ക് ചിലപ്പം കൊടുക്കാനൊന്നും പറ്റും. പക്ഷെ ആ ഒരു ചിരി ഉണ്ടല്ലോ നമ്മളെ കാണുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ ആ ചിരി സ്നേഹമൊക്കെ അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ തന്നെയാണ്. നല്ലതായിട്ട് പ്രസവരക്ഷയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. കാരണം കുഞ്ഞിന് അസുഖം കൂടിയിട്ട് തായ്പിന്റെ ഓർക്കുന്ന തിരുവല്ലയില് അന്ന് ചികിത്സയിലായിരുന്നു. അന്ന് ഞാനും കുഞ്ഞു മാത്രം. അന്ന് സുധിച്ചേട്ടൻ ലാലേട്ടന്റെ സിനിമയായ ബിഗ് ബ്രദർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അന്നാണ് കുഞ്ഞിന് സീരിയസ് ആയിരുന്നത്. ഒരു ഡെലിവറി കഴിഞ്ഞ 29 ദിവസം കണ്ട് കഴിഞ്ഞിട്ടാണ് ഈ പ്രശ്നം. ഇഷ്ടമാണോ? എത്ര ഇഷ്ടം? ഇഷ്ടമാണ്. റീസൺ പറയാൻ പറ്റുമോ ഇഷ്ടപ്പെടാൻ? നല്ല പേഴ്സണാണ്. എന്നെ ആദ്യമായിട്ടല്ലേ കണ്ടത്? ആദ്യമായിട്ട്. പക്ഷെ നല്ല പേഴ്സണാന്ന് മനസ്സിലായതാണ്. എന്തുകൊണ്ടായിരിക്കും കുറെ ആൾക്കാർ ഇങ്ങനെ മോശമായിട്ടൊക്കെ പറയുന്നത് ഇതിനെ കുറിച്ച്? എന്താ പറയാ, സമൂഹത്തിലെ പറയുന്നവരോട് പറയട്ടെ, അതാണ് മൈൻഡ് ചെയ്യണം. ജീവിച്ച് കാണിച്ചു കൊടുക്കുക.